പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് വളരെ ആഹ്ലാദകരമായൊരു ദിവസമാണ്. ഏപ്രിൽ 2 ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പെസഹ വ്യാഴമാണ്. ക്രിസ്തുവിൻ്റെ കുരിശാരോഹണത്തിന് മുൻപുള്ള ധന്യമായൊരു ദിവസം. കേരളത്തിലെ ജനങ്ങളുടെ പൊതുജീവിതത്തിൽ അടുത്ത 5 വർഷക്കാലം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ആ ജീവിതത്തിൻ്റെ ഘടന, കേരളത്തിൻ്റെ ഭരണ സംവിധാനം കേരള ജനതയ്ക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് നടപ്പാക്കപ്പെടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയ ദിവസമാണിന്ന്. അതിൽ UDFൻ്റെ പ്രകടന പത്രികയിൽ ഒരുപാട് വാരിക്കോരിയുള്ള പതിവ് പോലുള്ള വാഗ്ദാനങ്ങളുണ്ട്. BJPയുടെ പ്രകടന പത്രികയിലുമുണ്ട്. LDFൻ്റെ പ്രകടന പത്രികയിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ മഹത്തായ വികസന നേട്ടങ്ങളുടെയും അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഒരു പിന്തുടർച്ച കാണും. ഈ രണ്ട് വലതുപക്ഷ മുന്നണികളുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും പ്രകടന പത്രികകൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അതുതന്നെയാണ്. ഒന്ന്, വെറും മോഹക്കാഴ്ചകളിൽ കുടുക്കി പാവപ്പെട്ട ആളുകളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും ചെയ്യാതെ പരമാവധി കിട്ടാവുന്ന വിധത്തിലുള്ള അഴിമതികളൊക്കെ നടത്തി ഖജനാവ് കാലിയാക്കി ഇറങ്ങിപ്പോകുന്ന പതിവ് രീതി. അതാണ് UDFൻ്റെ ഭാഗത്ത് നിന്ന് നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തൊക്കെ അഴിമതികളുടെ ഒരു കാലമായിരുന്നു അത് എണ്ണി പറയാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി സ്പർശിക്കുന്നേയില്ല. LDFൻ്റേത് വളരെ വസ്തുതാപരവും പ്രയോഗക്ഷമവുമായ വളരെ യാഥാർത്ഥ്യത്തിലൂന്നി നിൽക്കുന്ന പ്രകടന പത്രികയാണെന്നുള്ള കാര്യം നിസ്സംശയം പറയാം. കാരണം അത് അവർ നടപ്പാക്കിയതാണ്. വീണ്ടും അതായത് പാർപ്പിടരഹിതരായ ഒരാൾ പോലുമില്ലാത്ത കേരളം എന്ന സങ്കല്പനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ലൈഫ് പദ്ധതി വരുന്നു. 3000 രൂപ ക്ഷേമ പെൻഷനാക്കി വർദ്ധിപ്പിക്കുന്നു. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് 1000 രൂപ എന്നത് നടപ്പിലാക്കാൻ പോകുന്നു. അതുപോലെ വയോജനങ്ങൾക്കായി ഒരുപാട് മെഡിക്കൽ ഫെസിലിറ്റീസ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർഷകരുടെ കാര്യത്തിൽ താങ്ങുവിലകൾ റബ്ബറിനും നെല്ലിനും തേങ്ങയ്ക്കും വളരെ പ്രായോഗികമായ താങ്ങുവിലകൾ പ്രഖ്യാപിച്ച് എല്ലാവരെയും സന്തുലിതമായൊരു വികസന മുന്നേറ്റത്തിലേക്ക്, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ഐശ്വര്യ കേരളം കെട്ടിപ്പടുക്കുന്നതിലേക്ക് വഴി തുറക്കുന്ന വിപ്ലവകരമായൊരു മാനിഫെസ്റ്റോയാണ് ഈ LDF ഗവൺമെൻറ്റിൻ്റെ 3-ാം ഊഴം കാത്തിരിക്കുന്ന ജനങ്ങൾക്കായി LDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രകടന പത്രികയും ആ 3-ാം ഊഴവും വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.